മലയാള സിനിമയുടെ ഈ വർഷത്തെ തേരോട്ടം തുടർക്കഥയാകുകയാണ്. മുൻപ് മലയാള സിനിമയ്ക്ക് വല്ലപ്പോഴും മാത്രം സംഭവ്യമായിരുന്ന 100 കോടി ക്ലബ്ബ് സിനിമകളും തുടർക്കഥയാകുകയാണ്. വിഷു റിലീസായി എത്തിയ ആക്ഷൻ കോമഡി ചിത്രം ആവേശവും 100 കോടി ക്ലബ്ബിൽ ഇടം നേടിക്കഴിഞ്ഞു. ഈ വർഷം 100 കോടി ക്ലബ്ബിലെത്തുന്ന 4ാമത്തെ മലയാള ചിത്രം കൂടിയാണ് ആവേശം. മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ആടുജീവിതവും ഈ വർഷം നേരത്തെ തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരുന്നു. ഏപ്രിൽ 11-നാണ് ആവേശം തിയേറ്ററുകളിലെത്തിയത്. 12-ാം ദിവസമാണ് ആവേശം ആഗോളതലത്തിൽ 100 കോടി കളക്ഷൻ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി എത്തിയ നേര് സിനിമയുടെ വിജയത്തോടെ തുടങ്ങിയതാണ് മലയാള സിനിമകളുടെ പടയോട്ടം. നേരിന് പിന്നാലെ ജനുവരി ആദ്യം റിലീസായ ഓസ്ലറും മികച്ച വിജയം നേടി. ഫെബ്രുവരി 9-ന് റിലീസായ പ്രേമലു മലയാളത്തിലെ സർപ്രൈസ് ഇൻഡസ്ട്രി ഹിറ്റായി. പിന്നാലെ എത്തിയ മമ്മൂട്ടിയുടെ പരീക്ഷണ ചിത്രം ബ്രഹ്മയുഗം 85 കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തത്. ഫെബ്രുവരി 22-ന് റിലീസായ മഞ്ഞുമൽ ബോയ്സ് 236 കോടി കളക്ഷനാണ് ആഗോളതലത്തിൽ ഇതുവരെ നേടിയത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡും മഞ്ഞുമൽ ബോയ്സിന് സ്വന്തമാണ്. മാർച്ച് 28-ന് റിലീസായ പൃഥ്വിരാജ് ബ്ലസ്സി ചിത്രം ആടുജീവിതം ഇതിനോടകം 150 കോടി കളക്ട് ചെയ്ത് തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് വിഷു റിലീസായി ആവേശം, വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് എന്നീ ചിത്രങ്ങൾ റിലീസായത്. ഇതിൽ 3 ചിത്രങ്ങൾക്കും മികച്ച പ്രേക്ഷക പ്രതികരണം കിട്ടിയെങ്കിലും പോസിറ്റീവ് റിപ്പോർട്ടുകളുടെ പിൻബലത്തിൽ ആവേശം അതിവേഗം 100 കോടി ക്ലബ്ബിലെത്തുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതിനോടകം 66 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ അഞ്ചക്കള്ളക്കോക്കൻ, അന്വേഷിപ്പിൻ കണ്ടെത്തും, ആട്ടം, ജയ് ഗണേഷ് എന്നീ ചിത്രങ്ങളും നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ഒരു വർഷമായി മാറുകയാണ് 2024.